നിന്നൊക്കെ മാത്രമല്ലടി ഞങ്ങൾ ആണുങ്ങളാ. ഫോൺ മാറ്റി അങ്ങനെ ഞങ്ങളെ പറ്റിച്ചിട്ട് മോളത്ര മെഡിക്കാറ്റ് ഇവിടുന്ന് പോണ്ട. അവള് മൊബൈലിൽ ഷൂട്ട് ചെയ്യണു. ഞങ്ങളോട് ആരാന്നറിയോ നിനക്ക്? കച്ചവടവും മുടങ്ങി. ഇതെങ്കി ഇത് ഫോണ് തോടി മോളെന്താ എടുത്തേന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താണിത് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലോ. ഡി ഈ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ടിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ലോകം മുഴുവൻ കാണും. ജോണേ, ഞാനിപ്പോൾ അയച്ചു തരുന്ന നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ട്രേസ് ചെയ്ത് എത്രയും പെട്ടെന്ന് എനിക്ക് അയച്ചു തരാം. ഒരു അത്യാവശ്യ കാര്യമാണ്. ആ നമ്പർ ഞാനിപ്പോൾ നിനക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരാം. ഓക്കെ. സോറി, ശരിക്കും സോറി. കുട്ടി ഞങ്ങളോട് ക്ഷമിക്കണം. ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. എന്ത് വേണമെങ്കിൽ തരാം. എന്ത് തരും? 5000. 10. നിങ്ങളുടെ ഭാര്യമാരുടെ ഈ കാണുന്ന സ്വത്തുക്കൾക്കും മാനത്തിനും അഭിമാനത്തിനും ഒക്കെ കൂടി ഇത്ര വിലയുള്ളൂ? കുട്ടി പറ, പിന്നെന്ത് വേണം? എനിക്ക് പണം വേണ്ട. പിന്നെ എനിക്ക് വേണ്ടത് നിങ്ങൾ മൂപ്പിനുമായി വെച്ച എഗ്രിമെന്റ് ആണ്. ബുദ്ധിമുട്ടുണ്ടോ? എഗ്രിമെന്റ് പറ. കാറിലല്ലേ, അത് വേണോ? പുല്ല്, നീ വന്നേ. അത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഒന്ന് നിക്ക്, ഓടല്ലേ. കൊടുക്കടാ. ലൈറ്റർ ഉണ്ടോ? എന്തായി കാണിക്കുന്നേ? ഇതാ എഗ്രിമെന്റ് അല്ലേ? ആരാടി നീ? എന്താ നിന്റെ ഉദ്ദേശം? നീ നടക്ക്. എന്ത്? അത് കത്തിപ്പോട്ടെ, വേറെ പ്രശ്നമുണ്ട്, പറയാം. എന്ത് പറയാൻ? എന്താ നിന്റെ ഉദ്ദേശം? അപ്പോ എനിക്കിനി പോവാലോ? അപ്പൊ വീഡിയോ? എന്ത് വീഡിയോ? എന്ത് വീഡിയോ? പറയാം പറയാം. ഡിലീറ്റഡ് പോരെ? അപ്പൊ ഫ്രണ്ടിന് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട്? ആ
അതിനി പുറത്ത് വരില്ല. ബി റെസ്റ്റ് അഷ്യൂർഡ്. നൈസ് മീറ്റിംഗ്. വെരി നൈസ് മീറ്റിംഗ്. ഇനി ഒരിക്കലും കാണാനിടവരാതിരിക്കട്ടെ. താങ്ക്സ് ഫോർ ദ ഡേ ആൻഡ് നൈറ്റ്. ഇതിനും കൂടി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നീ എന്താണ് തല്ലിയത്? അല്ലാതെ പിന്നെ ഉമ്മ നോക്കണം. നിന്ന് സ്ലോ മോഷൻ കളിക്കാതെ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോ കൊച്ചേ. അയ്യോ ചതിച്ച മാലതി. രണ്ടുണ്ടല്ലോ, ഇനെന്താ ചെയ്യാ? വാ. അതെ, ആ വരുന്നത് ഞങ്ങളുടെ ഭാര്യമാരാ. അവരിത് എന്തെങ്കിലും അറിഞ്ഞാ ഞങ്ങൾ ആത്മഹത്യ വരും. കുട്ടി പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെയ്ത് രക്ഷിക്കണം പ്ലീസ്. പ്ലീസ്. സഫറ ഇവിടെ ശവം പോലെ നിൽക്കാണ്ട് ഇങ്ങോട്ട് വാടാ. നിങ്ങൾ എന്താണ് ഈ സമയത്ത് ഇവിടെ? അവളെവിടെ? ആരാ മാലു? നിങ്ങൾ ഇന്നലെ തൊട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടില്ല. അവള് പാർപ്പിക്കേ? നീ എന്തായി പറയണ മാലു? നിങ്ങൾ മിണ്ടരുത്. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു, കേട്ടല്ലോ? മിണ്ടരുത്. നിനക്ക് ഇതിന്റെ കൂടെ ബ്രോക്കർ പണി ഉണ്ടല്ലേ? എനിക്കില്ലാത്ത എന്താ അവൾക്കൊള്ളെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അവളെവിടെ? വാടി. പക്ഷേ നീ ഒന്ന് നിക്ക്. മാലു, ഞാൻ പറയട്ടെ. നീ എവിടേക്കാണ് ഈ വണ്ടി? നീ പറയുന്ന മാലു? എന്താണ് സംഭവം? അത് രാവിലെ തമിഴ്ത്തി പണിക്കാരി ഇവിടെ ഒരു പെണ്ണിനെ കണ്ടു. എവിടെ വെച്ച്? ഈ വഴിക്കാണല്ലോ അവളിന്നും പണിക്ക് വരാറുള്ളത്. കാട്ടിൽ നിന്ന് പുലർച്ചെ ഇറങ്ങി വരുന്ന കണ്ടു എന്നാ പറഞ്ഞേ. എന്നിട്ട് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞതെന്നറിയോ? ചേട്ടൻ്റെയും സാറുമാരുടെയും കൂടെ ഒരു 1 night പരിപാടിക്ക് വന്നാണെന്ന്. ചേട്ടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? എടി, അത് നീ പറയുന്നത് വിചാരിക്കുന്ന കേക്ക്. എന്നോട് പോലെ ഒന്നും പറയണ്ട. പ്രശ്നങ്ങളൊന്നുമില്ല. സത്യം പറ, ഞങ്ങൾ വരുന്ന അറിഞ്ഞ അവളെ പറഞ്ഞു വിട്ടല്ലേ സഫറേ? എന്താ നിനക്കൊന്നും മിണ്ടാനില്ലേ? എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി. ആരാടി നീ? എന്താ നിനക്ക് ഇവിടെ കാര്യം? രാവിലെ കാട്ടില് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയപ്പോ കാലൊന്ന് തെന്നി. ഈ ചേട്ടനാ രക്ഷിച്ചത്. കാലൊന്ന് ബേധാവണ വരെ ഈടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ലല്ലോ എന്നിട്ട് ഞങ്ങൾ കേട്ടത്. എന്താ നിന്റെ പേര്? ഫിസ. എന്താ നിനക്ക് ഇവിടെ പരിപാടി? പുതുപ്പേട്ട സ്പോർട്സ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഈടടുത്ത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വന്നത്.